നമുക്കിന്നൊരു പില്ലോ ചെയ്തെടുത്താല് കുറെ നാളായിട്ട് ഇവിടെ കിടക്കുന്ന ഒരു കട്ട് പീസിന്നാണ് ഈ പില്ലോ ഞാൻ ചെയ്തെടുത്തത്. ചെറിയൊരു പില്ലോ ചെയ്യാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ സൈസ് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി വലിയൊന്ന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. പില്ലോ കുറച്ചുകൂടി ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളതിലേക്ക് കണ്ണും വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ തുണിയിലേക്ക് തുന്നി പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തുണിയിലേക്ക് ഞാൻ അതിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി കട്ടിയിൽ നൂലെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മേളത്തെ ഭാഗം ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിൽ എടുക്കണം. എന്നിട്ടാണെങ്കിൽ അതിനകത്തോട്ട് ഇതിൽ കാണുന്ന പോലെ തുന്നി കൊടുക്കണം. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ 2 കണ്ണും തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വായും തുന്നി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ കണ്ണിന്റെ പീല് തുന്നണം. പീല് തുന്നാൻ നമുക്ക് കുറച്ചുകൂടി ചെറിയ നൂല് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ 2 നല്ല വശം ചേർത്ത് വെച്ച് അടിക്കണേ. നമുക്കാണെങ്കിൽ കൈ കൊണ്ട് തുന്നിയാലും മതി. ഞാൻ വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിക്കുന്നതിന് മുന്നേ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പഞ്ഞ് നിറച്ച് കഴിഞ്ഞാൽ അതിന് ഇട്ടായിരുന്ന ഹോളും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണേ. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പില്ലോ കിട്ടും കേട്ടോ. ഇതിന് ബാക്കി വന്ന തുണി കൊണ്ട് ഞാൻ ആദ്യം വരച്ച സൈസിൽ ചെറിയൊരു പില്ലോയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്തത് എന്താ ട്രൈ ചെയ്ത് നോക്കണ്ടേന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.